ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു ചലഞ്ചായിട്ടാണ് വന്നേക്കുന്നത്. ഒരു ഫണ്ണി ചലഞ്ച് ആകും മിക്കവാറും. ഇതാണ് ഞങ്ങളുടെ ക്യാമറാമാൻ കുഞ്ഞാപ്പി. ഇവിടെ ചിന്നാനായിട്ടുള്ള വീഡിയോ കഴിഞ്ഞ ദിവസം കുറേ വ്യൂസൊക്കെ കിട്ടി, ഹാപ്പിയാണ്. അപ്പോൾ നമ്മുടെ ചലഞ്ചിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇവിടെ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നമ്മുടെ ചലഞ്ച് എന്താണെന്ന്. ഇവിടെ കുറച്ച് ഐറ്റംസ് നമ്മൾ എടുക്കണുണ്ട്. എക്സ്പ്രഷൻ ഇല്ലാണ്ട് ഇതൊക്കെ തിന്ന് തീർക്കണം അല്ലേ? ആര് ജയിക്കും? ഒരാളും കൂടെ ഉണ്ട് കേട്ടോ, അയാളെ വന്നിട്ട് കാണിച്ചു തരാം. അയാള് പുതിയതായിട്ട് വരുന്നതാണ് നമ്മുടെ വീഡിയോസിൽ. ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഇപ്പൊ കാണിക്കാം. ഓക്കെ ചിന്ന, ഐറ്റംസ് പറയൂ. ഇത് ലൂബിക്ക ഉണ്ട്, പച്ച ലൂബിക്ക കേട്ടോ, പച്ച ലൂബിക്ക. ഇത് പച്ച നാരങ്ങ, പിന്നെ നെല്ലിക്ക, പച്ചമാങ്ങ. പിന്നെ നമ്മള് ഇതും കൂടി എടുക്കണുണ്ട്, പുളി എടുക്കണം. ചെമ്മീപ്പുളി ഉണ്ടായിരുന്നല്ലോ, ചെമ്മീപ്പുളി ഉണ്ട്. കൊടംപുളി അല്ല, വാളംപുളി അല്ലേ? വാളംപുളി എടുക്കണ്ട. എന്തെന്ന് ഭയങ്കര പുളിയുള്ള ഇത്. നല്ല പച്ചമാങ്ങയുണ്ട്, ഭയങ്കര പുളിയുണ്ട് എല്ലാത്തിനും. എവിടെ വെച്ച് വഴി വരുന്നിടത്ത് വെച്ച് കാണാം. ഹലോ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞത് ഒരാളും കൂടെ ഉണ്ട്. ഇതും എൻ്റെ നാത്തുമാരാണ് നിങ്ങൾ രണ്ടാളും. എന്റെ നാത്തുമാരാണ് ഇവര് രണ്ടുപേരും. ഇത് ചെപ്പുവിന്റെ കസിന്റെ വൈഫ്. ഓക്കെ, കസിൻ ഇക്കാക്കയുടെ വൈഫാണ്. നേരിട്ട് പറഞ്ഞാല് എന്റെ ബാബുച്ചിയുടെ പെങ്ങളുടെ മോന്റെ ഭാര്യ. അതെ, ഓക്കെ. ഞങ്ങളെല്ലാരും ഒരു ഇതിലാണ്. ഞങ്ങൾ അടുത്ത വ്ലോഗ് എടുക്കാം. ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ ഒരു പച്ചക്കറിയുടെ ഒക്കെ കാണിച്ചില്ലേ ചെറുതായിട്ട്, അവിടുത്തെ ഇത്താത്തേന്ന്. അപ്പോൾ ഇതാ റെഡി അല്ലേ? നമ്മളിത് നെല്ലിക്ക ഉണ്ട്, മാങ്ങ ഉണ്ട്, പിന്നെ ഇത് വാളംപുളി എന്ന് പറയും നമ്മള് അല്ലേ? വാളംപുളി അല്ലത്. പിന്നെ ചെമ്മീപ്പുളി, പിന്നെ പച്ച ലൂബിക്ക എടുത്തിട്ടുണ്ട്, പിന്നെ നല്ല നാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതെടുക്ക. എക്സ്പ്രഷൻ ഇല്ലാണ്ട് ആര് കഴിക്കും നോക്കാം. അതായത് എല്ലാം എക്സ്പ്രഷൻ ഇല്ലാതെ ആയിരുന്നു നമുക്ക് കഴിക്കും നോക്കാം. അതിനുശേഷം നമുക്ക് 1 by 1 ആയിട്ട് ചെയ്യാം. ആദ്യം ഒരാൾ കഴിക്കാം, എന്നിട്ട് നോക്കാം. അങ്ങനെ ഒപ്പം നോക്കി കഴിഞ്ഞാൽ എക്സ്പ്രഷൻ കിട്ടില്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ചെയ്യാനാണ്. ആദ്യം എന്തെടുക്കണം? വലുതീന്ന് നമ്മൾ വലുത് ആഗ്രഹിക്കണം. കുന്നോളം ആഗ്രഹിച്ചാണ് കുന്നിക്കുരുവോളം കിട്ടും. കുന്നിക്കുരു കണക്കിലൂടെ ഇരിക്കണത് പുളിയാണ്. അത് ഏറ്റവും അവസാനം തിന്നാ. ബാക്കിയൊക്കെ നമുക്ക് നെല്ലിക്ക പിന്നെ പുളിയില്ലാണ്ട് തിന്നാൻ പറ്റും. നെല്ലിക്ക 2 കഷ്ണം ഒരുമിച്ച് എടുത്ത് കഴിക്കണം. അതുകൊണ്ടാണ് അത് 6 കഷ്ണം എടുത്തത്. ആദ്യം നാരങ്ങയാണ്. ചിന്ന അവിടെ ഇരിക്കോട്ടെ. ഇവിടെ മോട്ടർ ഓഫ് ആക്കടാ. പിന്നെ ആദ്യത്തെ ഏറ്റവും വലുതായിട്ട് തന്നേക്കണം. അത് സാറില്ല, ഒരു എക്സ്പ്രഷനും പാടില്ല. എക്സ്പ്രഷൻ അല്ലാണ്ട് മിഴുങ്ങാനും പാടില്ല. പല്ലും കൊണ്ട് ചവച്ചിനാണ്. മിഴുങ്ങാൻ പാടില്ല, ചവക്കണില്ല. കണ്ണീന്നൊക്കെ വെള്ളം വന്ന്. ഇനി ഞാനാണോ? ഇല്ല, ഇനി തതിന്നു. എല്ലാവർക്കും എടുത്തു കൊടുക്കാണ്. ദാനശീലാണ്. എക്സ്പ്രഷൻ ചവക്കണോട്ടാ. പിന്നെ ചവക്കാണ്ട് കണ്ട. പിന്നെ ഞങ്ങള് പിന്നെ അങ്ങനെ സെലക്ട് ചെയ്തെന്ന് വിചാരിച്ചു. ചവക്കണുണ്ടോ? ഇപ്പത്തെ സൈഡിലെ കൊണ്ടുവന്നാ അയാണ്ടിരിക്കണ. ഞാൻ അത്രയും പേര് ഞാൻ നല്ലോണം കടിച്ചിട്ട്. അപ്പൊ ഫർസാന ഇതില് ഫെയിലായിട്ടാ. ഓക്കെ അല്ലേ? ഞാൻ മിഴുങ്ങിയതാണ് കണ്ടത്. ഓന്നേന്ന്. ഇനി അടുത്തത് ഏതാണ് നമ്മൾ കഴിക്കാൻ പോണത്? അടുത്തത് ഇത് കഴിക്കാം. അതായത് ലൂബിക്ക 2 എണ്ണം കഴിക്കണം. അറ്റ് എ ടൈമിൽ ഒന്നിച്ച് 2 എണ്ണം കഴിക്കണം.
അപ്പോൾ ഒരു പഴുത്തതും ഒരു പച്ചയുമാണ് എടുക്കേണ്ടത്. ചെറുതെടുക്കട്ടെ, എന്തെങ്കിലും എടുത്തോ. പിന്നെ എന്തേ കഴിക്കാൻ വേണ്ടിയാണ് ഇത് നേടാൻ പറ്റൂല, കാരണം ഓൾറെഡി പല്ല് രണ്ടും പുളിച്ചിരിക്കും. ചോറിനാൻ പറ്റൂല. ഇവിടുത്തെ ഏറ്റവും ഞാൻ പറയില്ലേ കഴിഞ്ഞ പ്രാവശ്യം ബാബാ കയറിക്കോ, ഇവിടേക്ക് ലോപിക്കുന്നു. അതിന്റെ എക്സ്പ്രഷൻ വേണമെങ്കിൽ ഒരെണ്ണമാണോ എടുക്കുക? ഒരെണ്ണം തിന്നാ മതി, രണ്ടെണ്ണം ഒക്കെ എന്തിനാ? അപ്പൊ എന്നാ പച്ച തിന്നാലേ? ഞാൻ മുന്നേ ഓ ചാവക്കണുണ്ടോ നിങ്ങ? അതിനെടുക്കല്ലേ? നിർത്തിയാടോ ഒന്ന്. ഓക്കെ, എന്നെ താത്ത ലൂപിക്കുന്നു. അതല്ല മോളെ, സാധനം നോക്കാൻ എങ്ങനെ തിന്നണമെന്ന് എനിക്ക് ഇവര് വിഴുങ്ങണ എന്നാണ്. പോയാ കഴിച്ചേ. അതല്ല ഇത് ലൂപിക്കുന്ന പെട്ടെന്ന് ഇറക്കണ്ട, ആക്ഷൻ ഒന്നും കാണിക്കണ്ട. ഇറക്കാന്നുണ്ടാ കുഴപ്പമുണ്ട്. തുപ്പിയ ഫെയിലാണ്. അതും പോയി. ഇപ്പൊ തന്നെ കഴിക്കാൻ പോണത് അതങ്ങനെ പടി വായി കയറ്റണോ അതോ പകുതി ഇച്ചിരി തിന്നാ മതി. പകുതിയും അതിന്റെ ഫുള്ളും കൂടി തിന്ന, മനസ്സിലായ? പകുതി എക്സ്പ്രഷൻ ഇല്ലാണ്ട് തിന്ന, പകുതി എക്സ്പ്രഷൻ, ബാക്കി എക്സ്പ്രഷൻ. ഇത് രണ്ടാമത് ഞാൻ കഴിക്കട്ടാ. മാങ്ങ ചിലപ്പോ എനിക്ക് പറ്റിയിരിക്കും. ഞാൻ തിന്നാൻ പോകുന്നുണ്ട്. മതി, നിങ്ങൾ തിന്ന സമ്മതിച്ച് പോരാ. ഞാൻ കഴിക്കാൻ ഇങ്ങനെ കഴിക്കാൻ പറ്റൂല, മൊത്തൂർണം. മോള് ഫെയിൽഡാണ് ഇന്നത്തെ പരിപാടിയിൽ. ഇല്ലതെ മോനാണെങ്കിലോ വേണ്ട. ഓക്കെ വേണ്ട, വിഴുങ്ങി. എനിക്കറിയാം. അത് കഴിച്ചാൽ മതി, അതന്നെ എല്ലാവരും കഴിക്കണുള്ളൂ. കൊണ്ടൊക്കെ പറ്റുന്ന ഇതെന്താണ് ഇത്? ഒരു കാര്യമില്ലാത്ത മനുഷ്യന്. പുളി ദേഗായ അമാലിക്ക് കടിച്ച് തിന്നത് ഇനി അടുത്തത് പുളി തിന്നാൻ പോണേണ്. ഞങ്ങൾക്ക് പരിപാടി ക്ലോസ് ചെയ്യട്ടാ. പുളി തിന്നാൻ പോണേണ്. ഞാൻ പുളിനാണെന്ന് കാണിച്ച പുളി തിന്നെ. എക്സ്പ്രഷൻ പാടില്ല. അപ്പൊ അവനെ കാണിച്ചു കൊടുക്ക്. പിത്തിരിച്ച് തിന്നാ മതി. അതിന്നെ അങ്ങോട്ട് ക്യാമറയിൽ എക്സ്പ്രഷൻ പാടില്ല. എനിക്ക് ഓക്കെ എനിക്ക് ഓക്കെ എനിക്ക് സെറ്റാന്നാ എനിക്ക് സെറ്റാന്നാ എനിക്ക്. ചെമ്മീൻ പുളി ഒപ്പം നമ്മള് കഴിക്കാൻ പോണെന്ന് പറയും. ഒപ്പം ചെമ്മീൻ പുളി കഴിക്കാൻ പോണെന്ന് പറയും. ചെമ്മീൻ പുളി കളിക്കാൻ പോണ എല്ലാരും വാങ്ങോ. ഓൾവേസ് വെൽക്കം യു. മോളതൊരു അവസരാക്കി, ഈ കുട്ടി അതൊരു അവസരാക്കി എടുത്തിട്ട് പുളിപ്പതിലൂടെ കാണിക്കണം. വാങ്ങിട്ട്
ഇവിടെയൊക്കെ കൊച്ചിപ്പിടിക്കും ഇത് പറ്റൂല. എനിക്ക് രണ്ട് മോളെ പല്ല് പോയിരിക്കണം. പല്ലില്ലേ ഈ കൊച്ചാണെങ്കിൽ പറ്റിലുള്ള അഹങ്കാരം. അപ്പൊ അത്ര അടുത്ത് ഇന്ന ഇത് തിന്നും മട കത്തും. എന്താണ് തിന്നാൻ പോകുന്ന വെള്ളം ഇവിടെ ഞങ്ങൾക്കില്ല കുടിക്കാൻ, പിന്നെയാണ് മോനിക്ക്. ഇവിടെ നിന്ന് ചെന്ന് തിരിഞ്ഞാല് രണ്ടാമത് ഞാൻ പോയി നാരങ്ങ എടുത്ത് ഇന്ന് മാറിയിട്ടുണ്ട്. മാറി സെറ്റ് ഇത് ചപ്പിച്ച് ഇങ്ങനെ അടി. ആ ചപ്പയില കടിച്ചിന്നണം. കടിച്ചിന്നാൻ പറ്റാത്തവര് ഇരിക്കണ്ട. മിക്കവാറും എന്റെ ചാനലിൽ നിന്ന് ഞാൻ നീങ്ങിക്കേണ്ടവരും തോന്നുന്നു. കഴിവില്ലാത്തവരെല്ലായിടത്തും നീക്കി നിർത്തപ്പെടും. നീ നെല്ലിക്കരുത്. നെല്ലിക്ക ലാസ്റ്റ് ഞാൻ പുളിയാ എന്നാതൊപ്പം ഒരുമിച്ചിന ഒപ്പം വലിയ പുളി നോക്കി തന്നു. ഞാനിത് കുറച്ചധികം ഏറ്റവും ചെറുതാ പഞ്ചസാരക്ക് ഇട്ട് കുഴക്കരുത്. ശരിക്കും പല്ലിന്റെ ഇടയിൽ ഇവിടെ തുളങ്ങ ഒരു സാധനം. അപ്പൊ നാരങ്ങ ഉണ്ടായിരുന്നെങ്കിൽ വൈകുന്നേരം ഇത്തിരി വെള്ളമെങ്കിലും കലക്കി കുടിക്കായിരുന്നു. നീ ഇതൊക്കെ എടുക്കണ്ട ഭാവി. തിന്നാൻ വേണ്ടി റെഡി. അതിനിങ്ങനെ റെഡി 1 2 3 സ്റ്റാർട്ട്. നല്ല പുളിയല്ലേ. അയ്യമ്മലിക്കും മീനക്കൂട്ടനെ ഫൗൾ കാണിച്ചിട്ടുണ്ട്, എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. വിചാരിച്ച എത്ര പുളി അതന്നെ. കുട്ടി നാരങ്ങ പിഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. എല്ലാരും ലെമൺ ഫേസ് വാഷ് ആണ് ചെയ്തേക്കുന്നത് കുട്ടാങ്കള്. കണ്ണൊക്കെ എരിയുന്നുണ്ട് ഇപ്പൊ. അതെ നല്ല ഓക്കെ സാധനം കൂടെ ഉള്ളു. അതിനറിയും നോക്കിയേ ലാസ്റ്റ് രണ്ടെണ്ണം വെച്ചാണ് ഒരെണ്ണം എടുത്തേക്കണ. ഇതിലാണ് എന്റെ ആകെ പ്രതീക്ഷ. എന്താ സജനക്ക് വലുതും രണ്ടെണ്ണം, എനിക്ക് രണ്ട് ചെറുത്. ഇത് ഞമ്മക്ക് നിങ്ങളുടെ എനർജി ലോസ് ആയിക്കൊണ്ടിരിക്കുന്നത്. റെഡി 1 പറയ്. 1 2 3 സ്റ്റാർട്ട്. മകമല്ല ചിന്ന ഒരു പ്രാവശ്യം ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നു. ഇതെന്താ അപ്പൊ ഇത്താത്താക്ക് വൈകുന്നേരം ഇത്താത്താടെ ചെലവില് അൽഫാം. എനിക്കൊരു സാധനം കഴിക്കാൻ പറ്റില്ല കേട്ടാ. ഒരു സാധനം ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കൊച്ചിന് കഴിക്കാൻ പറ്റൂല. ഇത്തിരി മീൻകറിയും ചോറും നമുക്ക് അടുത്ത പ്രാവശ്യം മന്തി ആദ്യം ആര് തിന്നിരിക്കുന്നു. അത് മോൾക്കൊരു ചലഞ്ചിങ് ആയിരിക്കും. ഞങ്ങൾ വെച്ചിരുത്തിയാല്. എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ മലിക്കിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാനിവിടെ കച്ചറ സ്വഭാവം കാണിച്ചോണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ വീട്ടിലെ കുട്ടിയായതുകൊണ്ട് പറയണല്ലേ, ഞങ്ങൾ അങ്ങനെ വളർത്തണം. അതാണ് അതിന്റെ പ്രത്യേകത. ഇന്നത്തെ ചലഞ്ചിനെ കുറിച്ച് എന്തെങ്കിലും. അപ്പൊ നമ്മുടെ ചലഞ്ചൊക്കെ ഇവിടെ കഴിഞ്ഞ് ഇനി ഞാൻ പറഞ്ഞ കച്ചറയാണ് ആ പ്രശ്നം ഉണ്ടാകുന്നത്. 3 ദിവസത്തോട്ടിനൊന്നും തിന്നാൻ പറ്റില്ല തോന്നുന്നു. പല്ല് മൊത്തം പോയി. എന്തെങ്കിലും പറയണ്ടെന്ന് എനിക്കൊന്നും പറയാനില്ല. ഞാനിപ്പോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വന്ന് പെട്ടതാണ് ഇവിടെ. ഒരിക്കലും പറഞ്ഞെന്ന് വിചാരിച്ച് വന്നതല്ല. കണ്ടോ, അതാണ് അവന്റെ പ്രത്യേകത. ഞാൻ എന്നാ അമ്മായി ഫോട്ടോ, അമ്മായി വീഡിയോ എടുക്കട്ടെ. അമ്മായിക്ക് വന്നിട്ടുണ്ടോ വീഡിയോ എടുക്കാൻ? ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിന്നർ ആരാണ്?
സജന ഷമീർ ഈസ് ദ വിന്നർ ദി മാച്ച്. ഓക്കെ, തവക എന്തെങ്കിലും കൊടുക്കണം. അതിൻ്റെതായ അപ്പൊ അതിന്റെ ഒരു ചെറിയ പ്രശ്നങ്ങൾ ഇവൻ കാണിക്കുന്നുണ്ടെന്നാണ് വീട്ടുകാരൊക്കെ പറയണത്. ചലഞ്ച് ഇവിടം വരെ എത്തി ഗൈസ്. ചലഞ്ച് ഇപ്പൊ ഞങ്ങൾക്കൊരു വലിയ ചലഞ്ച്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് കാണുന്നത് വരെ ബൈ ബൈ പറഞ്ഞേ. ബൈ ബൈ പറഞ്ഞേ. ബൈ ബൈ. അവനവന്റെ വാപ്പാനെ കൂട്ടാണ്. അവന് സഹകരിക്കൂല എന്ന് തോന്നിയാൽ പിന്നെ അവൻ സഹകരിക്കില്ല. എവിടെയാണ് പോണ്ടത്? വെള്ളം എടുക്കാനാ? ആ, കൊണ്ടുപോവാട്ടാ. ബൈ ബൈ പറയാ. അമ്മ കൊണ്ടുപോവാ. ബൈ ബൈ. അപ്പൊ ഗൈസ് ബൈ ബൈ. ചലഞ്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ഞങ്ങൾ ഇനിയും വരും. ബൈ ബൈ.